കോഴിക്കോട് ഫറോക്കിൽ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയ യുവതിയും മകനും കഴിഞ്ഞ 9 ദിവസമായി കഴിയുന്നത് ഭർതൃവീടിന്റെ വരാന്തയിൽ. ഹസീനയ്ക്കും 9 വയസ്സുകാരനായ മകനുമാണ് ദുരവസ്ഥ. നിയമ പോരാട്ടത്തിനൊടുവിൽ ഭർത്താവിനൊപ്പം ജീവിക്കാൻ കോടതി ഉത്തരവിട്ടെങ്കിലും മുഹമ്മദ് ഫാസിൽ വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് താമസം മാറുകയായിരുന്നു. 10 വർഷം മുൻപായിരുന്നു ഹസീനയുടെ വിവാഹം. 3 വർഷം കഴിഞ്ഞതോടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. 2018 പെരുന്നാൾ ആഘോഷങ്ങൾക്കായി സ്വന്തം വീട്ടിലേക്ക് പോയ ഹസീനയെ പിന്നീട് ഭർത്താവ് തിരികെ കൂട്ടിക്കൊണ്ടുപോയില്ല. മാനസിക രോഗമാണെന്നും വിദ്യാഭ്യാസ യോഗ്യത പോരെന്നും പറഞ്ഞാണ് ഭർത്താവ് തന്നെ മാറ്റി നിർത്തിയത് എന്ന് ഹസീന പറയുന്നു. ഒത്തുതീർപ്പ് ചർച്ചകൾ പുരോഗമിക്കുന്നവരുടെ ഭർത്താവായ ഫാസിൽ മറ്റൊരാളെ വിവാഹവും കഴിച്ചു. അവരെല്ലാവരോടും പറയണ്ടേ പെണ്ണിന് മാനസികമാണെന്ന് വിളിക്കണവരോട് പറയും ചെയ്യും. ട്രീറ്റ്മെന്റ് കൊടുത്തുക്കണോ ചോദിച്ചാൽ പറയും അപ്പം മാനസികമല്ല പെണ്ണിനെന്ന് പറയും. മകനൊരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2 വയസ്സിന് മകനൊരു തട്ടിയിട്ടാണ്. ഒരിപ്പോൾ എന്താ പറയണത്, ഒരു എടുത്തല്ലാത്തോണ്ടാണ് ഒരു നോക്കാത്തത് എന്ന്. ഇവിടെ ഓരോ മുറ്റത്താണ് കുട്ടി വളരുന്നത്. ഈ ഏട്ടന്മാരെ കുട്ടികളാട്ടെ ആരും നോക്കണില്ല കുട്ടീനെ. തലാഖ് ചൊല്ലി എന്ന് ഭർത്താവ് പറയുന്നുണ്ടെങ്കിലും നിയമപരമായ വിവാഹമോചനം നടന്നിട്ടില്ല എന്നതാണ് ഹസീന പറയുന്നത്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ കോടതി വിധിച്ചു. ഉത്തരവുമായി ഹസീനയും മകനും വീട്ടിൽ എത്തിയെങ്കിലും ഭർത്താവും വീട്ടുകാരും വീട് പൂട്ടി സ്ഥലം വിട്ടതായും പരാതിപ്പെടുന്നു. വീട്ടിലെ വൈദ്യുതിയും കുടിവെള്ള ബന്ധവും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് നിലവിൽ. കേസ് തീരാനോ ഒന്നിനും അവർക്കിടയില്ല. എന്നാൽ അവരോട് ഞാൻ പറഞ്ഞു ഈ കേസ് നിലനിൽക്കാൻ എൻ്റെ സാധനങ്ങൾ എടുത്തത് തെരിയെന്ന് പറഞ്ഞു. അതിനും അവർ തയ്യാറാണില്ല. 42 പവൻ അവരുടെ കയ്യിലുണ്ട്, 8 പവൻ എൻ്റെ കയ്യിലും ഉണ്ട്. അവരെന്താ പറഞ്ഞ ഒന്നും കണ്ടിട്ടില്ല, ഒന്നും തരൂല. എൻ്റെ ജീവിതത്തിനും വിലയില്ല, എൻ്റെ സ്വർണത്തിനും വിലയില്ല. ഭർത്താവിനൊപ്പം താമസിക്കാനുള്ള കോടതി ഉത്തരവ് ഹസീനയുടെ പക്കലുണ്ടെങ്കിലും വീട് പൂട്ടി ഭർത്താവ് മാറി നിൽക്കുന്നതിനാൽ പോലീസിലും ഇടപെടാൻ കഴിയാത്ത സാഹചര്യമാണ്. VP സുഹ്രയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ പ്രവർത്തകർ സ്ഥലത്തെത്തിയെങ്കിലും വീട്ടിനുള്ളിൽ പ്രവേശിക്കാനും കഴിഞ്ഞിട്ടില്ല. പോരാട്ടം തുടരുമെന്നതാണ് ഹസീനയും കുടുംബവും പറയുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.